മുൻമന്ത്രി കെ ശൈലജയുടെയും സ്പീക്കർ എൻ ഷംസീറിന്റെയും സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കി CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ്. 2 ടേം നിബന്ധന ചൂണ്ടിക്കാണിച്ചാണ് ശൈലജയെയും ഷംസീറിനെയും വെട്ടിയത്. MV നികേഷ് കുമാറിന്റെ പേര് ജില്ലയിൽ നിന്നുള്ള പട്ടികയിലില്ല. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് സ്ഥാനാർത്ഥി പട്ടിക ചർച്ചയായത്. രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പിൽ ആരോപണ വിധേയനായ TI മസൂദിന് വരെ വീണ്ടും ടിക്കറ്റ് നൽകാൻ പച്ചക്കൊടി വീശിയപ്പോൾ ജനകീയ നേതാവ് കെ ശൈലജയെ ഒഴിവാക്കിയത് ശ്രദ്ധേയമായി. സ്പീക്കർ എൻ ഷംസീറിന്റെ പേരും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച സ്ഥാനാർത്ഥി പട്ടികയിലില്ല. 2 ടേം നിബന്ധന ചൂണ്ടിക്കാട്ടിയാണ് മട്ടന്നൂരിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച കെ ശൈലജയെയും തലശ്ശേരിയിലെ യുവമുഖമായ ഷംസീറിനെയും വെട്ടിയത്. എന്നാൽ മറ്റു ജില്ലകളിലെല്ലാം 2 ടേം പിന്നിട്ടവരെ വീണ്ടും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 2 ടേം പിന്നിട്ട 3 പേരെ വീണ്ടും മത്സരിപ്പിക്കാൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്നലെ തീരുമാനിച്ചിരുന്നു. ശൈലജയുടെയും ഷംസീറിന്റെയും കാര്യത്തിൽ സംസ്ഥാന സമിതിയിലാകും അന്തിമ തീരുമാനം. മട്ടന്നൂരിൽ കെ ശൈലജയ്ക്ക് പകരം DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്, P പുരുഷോത്തമൻ എന്നിവരെയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് പരിഗണിക്കുന്നത്. തലശ്ശേരിയിൽ ഷംസീറിന് പകരം കരായി രാജൻ മത്സരിച്ചേക്കും. അഴീക്കോട് KV സുമേഷും കല്യാശ്ശേരിയിൽ M വിജിനും വീണ്ടും മത്സരിക്കും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇക്കുറി മത്സരരംഗത്തുണ്ടാകില്ല. MV ഗോവിന്ദന്റെ മണ്ഡലമായ തളിപ്പറമ്പിൽ വനിതാ സ്ഥാനാർത്ഥിയെയാണ് പരിഗണിക്കുന്നത്. N സുകന്യ, PK ശമള എന്നിവരുടെ പേരുകളാണ് തളിപ്പറമ്പിൽ സജീവമായി കേൾക്കുന്നത്. മാധ്യമപ്രവർത്തകനായിരുന്ന MV നികേഷ് കുമാറിന്റെ പേര് കണ്ണൂരിൽ നിന്നുള്ള പട്ടികയിൽ ഇല്ലാത്തതും ശ്രദ്ധേയമാണ്. കാസർഗോഡ് ജില്ലയിലെ ഉദുമയിൽ CH കുഞ്ഞമ്പുവിനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാനാണ് CPM ജില്ലാ സെക്രട്ടറിയുടെ തീരുമാനം. ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ പ്രതിനിധീകരിച്ചിരുന്ന തൃക്കരിപ്പൂരിൽ VPP മുസ്തഫയെ മത്സരിപ്പിക്കും. മഞ്ചേശ്വരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണെന്നതിൽ ഇനിയും തീരുമാനമായിട്ടില്ല. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.